ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വരുന്നു. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഡിസംബറിലെ തണുപ്പല്ലേ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റു, നമുക്ക് ഒത്തിരി ജോലികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുത്തു, പിന്നെ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞാൻ അത്യാവശ്യം സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്കൊരു വലിയ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ ടേബിളിലേക്ക് എല്ലാം കൊണ്ടുവച്ചു. ഇനി അത് പാക്ക് ചെയ്യണം. അതും കൂടി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയാകും. അപ്പൊ നമുക്ക് നേരെ കൊറിയർ എല്ലാം പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം. അതിനുശേഷം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനുവേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ വിദേശത്തുള്ള ഒരു ലേഡി കസ്റ്റമർ നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. നാട്ടിലെ അഡ്രസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാട്ടിലേക്ക് അയച്ചാൽ മതി. പക്ഷെ എല്ലാം പാക്ക് ചെയ്യണം, വൃത്തിക്ക് പാക്ക് ചെയ്തിട്ട് നമുക്ക് അതുമായിട്ട് പോകണം. ബാക്കിയുള്ളത് ഞാൻ രാവിലെ പാക്ക് ചെയ്തതും ഉണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് പുള്ളിക്കാരി ഓർഡർ തന്നിരിക്കുന്നതെന്ന്. നമുക്ക് എന്നിട്ട് ഒന്നിച്ച് പാക്ക് ചെയ്യാം, ആ കൂടെ വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യാം. ഇത് മൈക്രോ ഫൈബറിന്റെ നല്ല ലെന്ത് ഉള്ള, ഇതിപ്പോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആണ്. അങ്ങനെയുള്ള ഫസ്റ്റ് കിച്ചണിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി മാറ്റാണ് കേട്ടോ. വെള്ളം മുഴുവൻ അബ്സോർവ് ആകും, വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, ആ രീതിയാണ്. പിന്നെ ബാത്റൂമിന്റെ ഒക്കെ മുമ്പിൽ ഇടാൻ പറ്റുന്ന പോലത്തെ അവര് മാറ്റാതെ മൈക്രോ ഫൈബർ തന്നെയാണ്. അങ്ങനത്തെ ഒത്തിരി എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിന്നർ പ്ലേറ്റ്, ഇത് ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഞാൻ ഒത്തിരി കൊണ്ടുപോകുന്നതാണ്, എല്ലാവരും മേടിച്ച് തീർന്നു പോയി. വീട്ടിൽ ഞാൻ സ്റ്റോക്ക് ചെയ്യാം ആ രീതിയിൽ. അപ്പം അത് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ കാണിച്ച പോലത്തെ ലെന്തുള്ള ഫസ്റ്റ് കിച്ചണിൽ ഇടുന്നതാണ് ആ മഞ്ഞ മൈക്രോ ഫൈബറിന്റെ മാറ്റ് തന്നെയാണ്. പിന്നെ അല്ലാതെ നമ്മൾ കയറി വരുന്നിടത്തൊക്കെ ഇടാൻ പറ്റുന്ന ടയർ പോലെ അരികിൽ കൊടുത്തിരിക്കുന്ന അതേ തന്നെ ബിൽഡ് ചെയ്തേക്കുന്ന കേട്ടോ, ഒരിക്കലും നശിച്ചു പോകത്തില്ല. അങ്ങനത്തെ മാറ്റുകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അതുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പയും അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ ഉടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കടകോൽ എന്ന് പറയുന്ന സാധനം, അതാണ്. പിന്നെ തവി ചാണിയൊന്നും അടിക്കാതെ ആ ഒരു മരത്തെ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്ന തവിയാണ് കേട്ടോ, അതങ്ങനെ. പിന്നെ ഇത് കണ്ട കൂട്ടുകാരെ, നമുക്ക് കയറി വരുന്നിടത്തൊക്കെ നമുക്ക് ഡോറിന്റെ അല്ലെങ്കിൽ നമ്മള് ബെഡിന്റെ മുമ്പിലൊക്കെ ഇടാൻ പറ്റുന്ന ഫ്ലവറിന്റെ നല്ലൊരു മാറ്റാണ് കേട്ടോ. അത് മൈക്രോ ഫൈബർ തന്നെയാണ്, ഫ്ലവറിന്റെ ആണ്, അടിപൊളിയാണ്. അങ്ങനത്തെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കിച്ചൺ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാം, എവിടെ വേണേലും ക്ലീൻ ചെയ്യാം, ഭയങ്കര നല്ലതാണ്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ലേഡീസിന്റെ കിച്ചൺ സിങ്ക്, അതുപോലെ കുക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ, ടേബിളുകൾ ഒക്കെ ക്ലീൻ ചെയ്യാം, ഭയങ്കര നല്ലതാണ്. ഇത് നമ്മളെ ബോട്ടിൽ ബ്രഷ് ആണ് കേട്ടോ, ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി. ഇത് പിന്നെ നമുക്ക് ബ്രഷ്, പേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി പരമായ കാര്യങ്ങൾ ഇട്ട് വെച്ചിട്ട് നമ്മുടെ ബാഗിൽ കൊള്ളുന്ന ഒരു കുഞ്ഞി പോക്കറ്റ് ബോക്സ് എന്ന് പറയാം. ഇത് മൈക്രോ ഫൈബറിന്റെ ഫിലിമാണ്. ഇത് ഫ്രിഡ്ജിലും ബാക്കി ടേബിളുകളിലൊക്കെ നമുക്ക് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റും, ഒത്തിരി നല്ലതാണ്. ഇത് നമുക്ക് ലെന്ത് കൂട്ടാൻ പറ്റുന്ന 3.5 മീറ്ററോളം ലെന്ത് കൂട്ടാൻ പറ്റുന്ന നമ്മുടെ നല്ലൊരു ക്ലീനിങ് പിന്നെ ലെന്ത് മോപ്പാണ് കേട്ടോ, അതങ്ങനെ. ഇത് ചോറൊക്കെ മറക്കാൻ പറ്റുന്ന മേത്തോട്ട് ഒന്നിച്ച് ശരീരത്തിലേക്ക് ഒന്നിച്ച് നമുക്ക് കഞ്ഞിവെള്ളം ഒന്നും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാർക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ, അങ്ങനെ. ഇത് നമ്മുടെ ഷോപ്പിംഗ് ബാഗാണ് കേട്ടോ, നല്ല കോട്ടന്റെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തിന്റെ ആണ് കേട്ടോ, നല്ല ക്ലോത്തിന്റെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന, വാഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന. കണ്ടോ അതിന്റെ വള്ളിയൊക്കെ കണ്ടോ, എന്തൊരു സ്ട്രെങ്തിലാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനത്തെ നല്ല വലിപ്പമുണ്ട് കേട്ടോ അതിന്, നല്ല വലിപ്പമുണ്ട്. ഇത് കണ്ടോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. 1-2 എണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് ഷോപ്പിങ്ങിനും ഉണ്ടാവും. അപ്പൊ അത് അവര് കുറെ എണ്ണം മേടിച്ചിട്ടുണ്ട്, അങ്ങനെ. പിന്നെ ഇത് ഇലക്ട്രിക് ലൈറ്റർ ആണ് കേട്ടോ, നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്താൽ മതി. അതിന്റെ റീചാർജ് ചെയ്യുന്ന ഒരു ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ അങ്ങനെ. പിന്നെ വടക്, പിന്നെ അതും മൈക്രോ ഫൈബറിന്റെ മാറ്റാണ്. പിന്നെ കോഫി ക്യൂബ്സ്, പിന്നെ നമ്മുടെ വെട്ടിവർ റൂട്ട് പൗഡറും ലിപ് ബാം 3 എണ്ണവും ബോഡി മോയ്സ്ചറൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ചകിരിയുടെ ബ്രഷ് ആണ്, ഓയിലൊക്കെ തേക്കാൻ പറ്റുന്നത്. ഇത് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ അതാണ് ബോട്ടിൽ ഓപ്പണറാണ്. പിന്നെ ഇത് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഷ് വാഷ്, ആ ഒരു ലോഷനൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ളത്. ഇത് പിന്നെ മോപ്പുകള്. ഇത് നമ്മുടെ തേങ്ങാക്കമ്പിയാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. തേങ്ങ കുത്തി എടുക്കാൻ വളരെ എളുപ്പമാണ്, അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റുന്ന ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ, ഒരു നോബും ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഗരം മസാല ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാറ്റുകളാണ് അവർ പ്രധാനമായിട്ടും കൂടുതലായിട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. വലിയ പാക്ക് ചെയ്യാനുള്ള ദിവസങ്ങളിലും പിന്നെ പുറത്തു പോകാനുള്ള ദിവസങ്ങളിലും ഞാൻ ഒരുപാട് അന്ന് നമുക്ക് കൊറിയർ വിടാൻ വേണ്ടി ഞാൻ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ട്. ഉച്ച കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ ഒന്ന് ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം, അതൊക്കെയാണ് നമ്മുടെ പ്ലാന്. അതുകൊണ്ട് ഞാൻ അധികം പാക്ക് ചെയ്തിട്ടില്ല ഇന്ന്. രാവിലെ കുറച്ച് പാക്ക് ചെയ്തു, പിന്നെ ഈ വലിയ പാക്കിങ് അത് കുറച്ച് ടൈം എടുത്തു കേട്ടോ. പിന്നെ അശ്വിന് വേണ്ടിയിട്ട് വന്ന് അവനും കൂടി ഹെൽപ്പ് ചെയ്തപ്പോഴാണ് അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. ഞാൻ എല്ലാം അടുക്കി പെറുക്കി വെച്ചു കൊടുത്തു, അവൻ അത് നന്നായിട്ട് പാക്ക് ചെയ്തു തന്നു, അങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പോകണം, അവിടെ കുറച്ച് ഡിലേ വരും ഇത്രയും സാധനങ്ങളാണെങ്കിലും കൊടുക്കണമെങ്കിൽ. അപ്പം അത് ബില്ലൊക്കെ മേടിച്ച് നമുക്ക് അവിടെ ബാക്കി DTDC സെന്ററിലാണെങ്കിൽ നമുക്ക് പിന്നെ പേ ചെയ്താൽ മതി. ഇത് അങ്ങനെയല്ല, നമുക്ക് അന്ന് തന്നെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നമ്മൾ പേ ചെയ്തേ പറ്റൂ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ഞാൻ പാക്ക് ചെയ്തോളൂ.
ഇത് കണ്ട കൂട്ടുകാരെ, നമ്മുടെ മുറ്റത്ത് മുഴുവനും ബോഗൺവില്ല ഈ ടൈമാണ് കേട്ടോ, നന്നായിട്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതെല്ലാം വിട്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെയും കൊണ്ടൊന്ന് പിന്നെ ഗ്രൂം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. പാവം മിലോ കുഞ്ഞ് കുറേ നാളായി അതിന്റെ നഖമൊക്കെ ഒന്ന് വെട്ടിയിട്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്രൂമിംഗ് സെന്ററിൽ പോകുന്നത്. കാക്കവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പക്ഷേ നല്ല സർവീസ് ആയിരുന്നു അവിടെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് പോകുന്നതാണെങ്കിലും നല്ല സർവീസ്. ഇനി സ്ഥിരമായിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകാം. നമുക്ക് ഇച്ചിരി ദൂരം ഉണ്ട് ഇവിടുന്ന്, എന്നാലും ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാം എന്ന് ഓർത്തു. കാക്കവയല് അവിടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പാവം മിലോ കുഞ്ഞ് എല്ലാം എൻജോയ് ചെയ്യാണ് കേട്ടോ. പുറത്ത് പണ്ടൊക്കെ ഇതിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര വയലുണ്ടാവും. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര ശാന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നഖമൊക്കെ വെട്ടി അങ്ങനെ ഒതുങ്ങി അടങ്ങിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര പാനിക് അറ്റാക്കോ അങ്ങനെ ഒന്നും കാണിക്കാതെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കും. അതുകൊണ്ട് നമ്മൾ അധികം ഗ്രൂമിംഗ് സെന്ററിലൊന്നും കൊണ്ടുപോവാറില്ല ഇതിന്റെ സ്ട്രെസ്സും ടെൻഷനും കണ്ടു. പക്ഷെ ഇന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ പുള്ളിക്കാരൻ അടങ്ങി ഒതുങ്ങിയിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്യുന്ന രീതിയായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അവിടുന്ന് നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനുണ്ട്. പോണ വഴിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ, പിന്നെ തിരിച്ചു വീട്ടിൽ വന്ന് നമ്മൾ കുക്കൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങും കേട്ടോ. വൈകുന്നേരം ഒരു 6:45 മാക്സിമം. അപ്പോഴത്തേക്ക് ഉറക്കം ഹെൽത്തിന് ഭയങ്കര പ്രധാനമാണ് അമ്മേ എന്നുള്ള മട്ടിലാണ് കേട്ടോ നമ്മുടെ കിളിക്കുഞ്ഞ്. ഇതേപോലെ നമ്മൾ പുതപ്പിച്ച് ശരിക്കും ഇത് മനുഷ്യക്കുഞ്ഞാണ് കൂട്ടുകാരെ. അങ്ങനെ ഇതിന് നമ്മുടെ പ്രസൻസും വേണം കേട്ടോ. നമ്മുടെ റൂമിൽ ഞാനപ്പോ ഇങ്ങനെ ഒരു കൂട്ടില് ഇങ്ങനെ കിടത്തും, പുതപ്പിച്ച് ഇങ്ങനെ കിടത്തും. ഇത് ലൈറ്റ് ഓഫ് ആക്കാൻ ഈ നോട്ടം, എന്നിട്ട് ഈ ഷാൾ എന്റെ തലയൊക്കെ ഇട്ടതാന്നാ ഈ പറയുന്നത്. അങ്ങനെ എന്നിട്ട് ഇത് ഇനി നാളെ 7 മണിക്ക് നമ്മൾ വിളിച്ചു എഴുന്നേൽപ്പിക്കണം. അത്ര നേരം ഇത് പോത്ത് പോലെ നല്ല സ്റ്റഡി ബഡിയായിട്ട് നമ്മൾ എങ്ങനെ പുതപ്പിച്ച് കിടത്തിയോ അതേ രീതി കിടന്നുറക്കും. എല്ലാത്തിനും ഈ കുഞ്ഞിന് ഒരു റുട്ടീൻ ഉണ്ട് കേട്ടോ. ഇതിന്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാട്ടോ. അത്രയും ഇടിക്കാണ് നമ്മുടെ ടുട്ടു കേട്ടോ.